കള്ള് ഷാപ്പുകളിൽ വീണ്ടും വ്യാജന്റെ അതിപ്രസരമോ എന്നതാണ് ചോദ്യം. സമാധാനത്തിന് ഇത്തിരി സ്വസ്ഥമായിട്ട് കള്ളു കുടിക്കാൻ പോലും പറ്റത്തില്ലയോ എന്നാണ് ആളുകൾ ചോദിക്കുക. സംഭവം ശരിയാണ്. നമ്മളുടെ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തോട്ടങ്ങളിൽ ചെത്തില്ല, പക്ഷെ വ്യാജ ലൈസൻസ് ഉണ്ട്. ഷാപ്പുകളിൽ കള്ളെത്തുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. തോട്ടങ്ങളിൽ ചെത്തില്ലാതെ എങ്ങനെയാണ് ആ തോട്ടത്തിന്റെ പേരിൽ ലൈസൻസ് ഉള്ള ഷാപ്പുകളിൽ കള്ളെത്തുന്നത്? എവിടെ നിന്നാണ്? കള്ളിലെ വലിയ കള്ളങ്ങൾ. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ലൈസൻസ് മാത്രമല്ല, മൂവാറ്റുപുഴ 12ാം റേഞ്ചിലെ കള്ള് ഷാപ്പുകൾ വ്യാജമായി ഉണ്ടാക്കിയത്. ഇവിടുത്തെ കള്ളും വ്യാജമാണ്. പെർമിറ്റ് എടുത്ത പാലക്കാട്ടെ തോട്ടത്തിലും ഇവർ കള്ള് ചെത്തുന്നില്ല. ഷാപ്പുടമ AV ശശി 65 തെങ്ങിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ 65 തെങ്ങിൽ ഒന്നുപോലും ചെത്തുന്നില്ലെന്ന് തോട്ടമുടമ മുത്തുകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മൂവാറ്റുപുഴയിലെ തോട്ടങ്ങളിലും ഈ ഷാപ്പുകൾക്ക് വേണ്ടി കള്ള് ചെത്തുന്നില്ലെന്ന് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ചേട്ടൻ്റെ പറമ്പിൽ അവിടെ തോട്ടത്തിൽ AV ശശി എന്ന ഒരാളുടെ ഷാപ്പിലേക്ക് കള്ളി എത്തുന്നുണ്ടോ? ഇല്ല, നമ്മുടെ അവർ നിർത്തി പോയിട്ടുണ്ട്. ചെത്തുന്നില്ല. ചെത്താൻ തുടങ്ങിയിരുന്നോ? അവർ TT അടിച്ചിട്ട് പണിക്കാർ കിട്ടിയില്ല പറഞ്ഞ അങ്ങനെ വിട്ടിട്ട് പോയി. ചെത്തിയിട്ടേ ഇല്ല. അവർ ചെത്തിയിട്ടേ ഇല്ല. ശരിക്കും അവർ എപ്പോൾ മുതലാ ചെത്തേണ്ടത്? കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ടതല്ലേ? ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ടതാ. റാംഷാ CP നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമ്മൾ നേരെ ചെത്തുകാരൻ്റെ വഴിയെ ചെത്തുള്ള തെങ്ങിൻ തോട്ടത്തിലേക്ക് പോയി. അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ കണ്ടെത്തിയത്. റാംഷയുണ്ട്. റാംഷ, വെരി ഗുഡ് മോർണിംഗ് റാംഷ. ചുരുക്കത്തിൽ ലൈസൻസ് ഉള്ള തെങ്ങിൽ നിന്നും ചെത്തിയിട്ടില്ല. ലൈസൻസ് ഇല്ലാത്ത തെങ്ങിൽ നിന്ന് ചെത്താനും പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഈ തെങ്ങിൽ നിന്നല്ല കള്ള് വരുന്നതെങ്കിൽ കള്ള് വേറെ നിന്ന് എവിടെന്നെങ്കിലും വേണം വരാൻ. അപ്പോൾ വ്യാജക്കള്ളാണോ ഈ ചങ്ങാതി വിൽക്കുന്നത്? നമ്മൾ ചോദിച്ചതനുസരിച്ച് ഈ സമയത്തെല്ലാം ഇയാളുടെ കള്ള് ഷാപ്പിൽ കള്ള് വിൽപ്പനയുണ്ടല്ലോ അല്ലേ? ഡോക്ടർ, അത് തന്നെയാണ്. തീർച്ചയായും ഈ ഷാപ്പുകളിലെല്ലാം കള്ള് വിൽപ്പന എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ദുരൂഹതയുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഈ ഷാപ്പുകൾക്ക് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നേരത്തെ സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമാണ്. ആ തോട്ടങ്ങളിലൊന്നും ചെത്തില്ല എന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ TV അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, പാലക്കാട് നിന്നും ചെത്തി കള്ള് ഈ ഷാപ്പിലേക്ക് എത്തിക്കാൻ, മൂവാറ്റുപുഴയിലെ 12ാം ഗ്രൂപ്പിൽപ്പെടുന്ന ഷാപ്പുകൾ 3 എണ്ണമുണ്ട്. ആ ഷാപ്പുകളിലേക്ക് എത്തിക്കാൻ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ കള്ള് എത്തുന്നത് എന്നതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച വാദം. പക്ഷേ അത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ആ തോട്ടങ്ങളിൽ പെർമിറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ ട്രീ ടാക്സ് അടച്ചിട്ടുണ്ട്, 65 തെങ്ങുകൾക്ക് ട്രീ ടാക്സ് അടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ 3 മാസമായും ചെത്ത് തുടങ്ങിയിട്ടില്ല എന്നത് ഈ തോട്ടമുടമയുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതായത് ഈ 65 തെങ്ങുകൾക്ക് ട്രീ ടാക്സ് അടച്ചു, പേപ്പർ വർക്കുകൾ ചെയ്തു, പെർമിറ്റ് എടുത്തു, എല്ലാം നടത്തി. പക്ഷേ രേഖകളിൽ മാത്രമാണുള്ളത്. കള്ള് ചെത്ത് അവിടെ തുടങ്ങിയിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതലാണ് അവിടെ ചെത്ത് ആരംഭിക്കേണ്ടത്. അതായത് ഈ കഴിഞ്ഞ 3 മാസമായി അവിടെ ചെത്ത് നടക്കാതെ പാലക്കാട് നിന്നാണെന്ന് പറഞ്ഞ് ഇവിടെ കള്ളെത്തുന്നുണ്ട്, കള്ള് നിർബാധം വിതരണം ചെയ്യുന്നുണ്ട്. ഇതെവിടെ നിന്ന് എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം എങ്ങനെയാണ് ഈ ഷാപ്പുകളിൽ അളക്കാനുള്ള കള്ള് ലഭിക്കുന്നത് എന്ന് മറുപടി പറയേണ്ടത് ഈ ഷാപ്പ് ഉടമകളാണ്. അതായത് ഇവർ ചെത്താതെ, അതായത് നാട്ടിൽ കള്ള് ചെത്താൻ വേണ്ടി പെർമിറ്റ് എടുത്ത തെങ്ങുകൾക്കോ പനകൾക്കോ ഒന്നും ചെത്തില്ല. അത് നേരിട്ട് തോട്ടങ്ങളിൽ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. പനകൾ 10 പന വീതം ഓരോ തോട്ടങ്ങളിലും ചെത്തുന്നു എന്നതാണ് ഇവർ രേഖകളിൽ സമർപ്പിച്ചിരുന്നത്. ഈ തോട്ടങ്ങളിലൊന്നും ചെത്തില്ലെന്ന് മാത്രമല്ല, പന പോലുമില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാലക്കാട് ഇവർ ലീസിനെടുത്ത അല്ലെങ്കിൽ പെർമിറ്റ് എടുത്ത തോട്ടങ്ങളിലും ചെത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു തോട്ടത്തിലും ചെത്താതെ എങ്ങനെയാണ് ഈ ഷാപ്പുകളിൽ കഴിഞ്ഞ 3 മാസമായി ഇവർ ഈ കള്ള് വിതരണം ചെയ്തത്, വിൽപ്പന നടത്തിയത്? എന്ത് മാന്ത്രിക വടിയാണ്? ചെത്താതെ കള്ള് ഉൽപ്പാദിപ്പിക്കാനുള്ള എന്ത് മാന്ത്രിക വടിയാണ് ഈ ഉടമകളുടെ, അതായത് ഷാപ്പ് ഉടമകളുടെ കയ്യിലുള്ളത് എന്ന് വ്യക്തമാക്കേണ്ടത് ഇവരാണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഒരു ചതിയുടെ, അഴിമതിയുടെ കഥകളാണ് ഇതിന് പിന്നാമ്പുറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഇതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ട് എന്ന കാര്യം നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവർ ഇത്തരം പരിശോധനകളൊന്നും നടത്തുന്നില്ല എന്നതാണ്. കാരണം ഈ
തോട്ടങ്ങളിലെത്തി നമ്പറിട്ട് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥർ തോട്ടങ്ങളിലെത്തി നമ്പറിട്ട് നൽകുന്നില്ല. ഈ പാലക്കാടുള്ള തോട്ടങ്ങളിൽ ട്രീ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലും അത് ചെത്തുന്നുണ്ടോ, അവിടെ നിന്ന് കയറി വരുന്ന കള്ള് യഥാർത്ഥ കള്ള് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരിശോധനകളും നടക്കുന്നില്ല എന്നതൊക്കെ തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാവിലെ ഒരു 3 മണിയോടുകൂടിയാണ് സാധാരണഗതിയിൽ പാലക്കാട് നിന്നും കള്ളുവണ്ടി ഈ എറണാകുളം അതുപോലെ തന്നെയുള്ള മറ്റ് ജില്ലകളിലേക്ക് പാലക്കാട് നിന്നും കയറ്റി വരുന്നത് എന്നതാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ അത്തരത്തിൽ കള്ളുവണ്ടികൾ പാലക്കാട് നിന്നും കടന്ന ഇങ്ങോട്ട് മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോൾ എവിടെയും ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നതുകൂടി ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും ഒരു വലിയ പങ്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമ്മുടെ ഷാപ്പുകളിൽ വിശ്വസിച്ച് കള്ളാണ്, ശുദ്ധമായ കള്ളാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ആ ഷാപ്പുകളിൽ അളക്കുന്ന കള്ള് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന വിൽക്കുന്ന കള്ള് അത് ശുദ്ധമല്ല, അത് ചിലപ്പോൾ മായം ചേർത്ത കള്ളാകാം എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു ഹംഷയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കള്ളിൽ കള്ളമുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മൾ കയ്യോടെ പിടിച്ചു. അല്ലെങ്കിൽ ഈ പറയുന്ന ചങ്ങാതിയുടെ കള്ള് ഷാപ്പിൽ ചെത്തിക്കൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന കള്ള എവിടെ നിന്ന് വന്നു? ലൈസൻസുള്ള തോപ്പിൽ പോയി നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ തെങ്ങിൻ തോപ്പിൽ നിന്ന് അങ്ങനെ ഒരാൾ ഇപ്പോൾ കള്ള് ചെത്തുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ തെങ്ങിൽ നിന്നല്ല കള്ള് വരുന്നതെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കള്ള് വരണം എന്നുള്ളതാണ് കൂടി. അതല്ലേ സാധ്യത എന്നുള്ളതാണ്. അല്ല, വേറെ വഴിയില്ലല്ലോ. ലൈസൻസ് എടുത്ത് തെങ്ങിൽ ചെത്തുന്നില്ല, പിന്നെ വേറെ തെങ്ങിൽ ചെത്താൻ കഴിയത്തുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേർക്ക് കള്ള് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ ഇത്രയും കള്ള് ഷാപ്പുകളിൽ വരുന്ന കള്ള് കേരളത്തിലെ എല്ലാ തെങ്ങിൽ നിന്നും പനയിൽ നിന്നും ഒക്കെ ചെത്തുന്നതാണെന്നാണോ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ.